നമസ്കാരം. ശിവാനീസ് റേഡിയോയിലേക്ക് സ്വാഗതം. മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ്, പാട്ടുപ്രേമികളുടെ ഇഷ്ട കോമ്പിനേഷൻ. മലയാളത്തിന്റെ പാട്ടോർമ്മകളിൽ ആർദ്രരാഗങ്ങളുടെ തമ്പുരാനായി എന്നും ഓർമ്മിക്കപ്പെടുന്ന ജോൺസൺ മാഷിന്റെ 13ാം ചരമവാർഷികമാണ് ഓഗസ്റ്റ് 18. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി, അനുരാഗിണി, മന്ദാരച്ചെപ്പുണ്ടോ തുടങ്ങി ഒട്ടേറെ എണ്ണം പറഞ്ഞ ഹിറ്റുകൾ മലയാളിക്ക് സമ്മാനിച്ച് 80കളിലും 90കളിലും സംഗീതത്തിന്റെ പൂക്കാലമൊരുക്കിയ ജോൺസൺ മാഷിന്റെ ഗാനങ്ങൾക്ക് ഇന്നും മായാത്ത യൗവനത്തുടിപ്പാണ്. 1953 മാർച്ച് 26 തൃശൂർ നെല്ലിക്കുന്നിലാണ് ജോൺസൺ മാഷിന്റെ ജനനം. പാട്ടിലും ഉപകരണ സംഗീതത്തിലും അപാരമായ വാസനയുണ്ടായിരുന്ന ജോൺസൺ തന്റെ 11ാം വയസ്സിൽ BC ജോർജ് എന്ന അധ്യാപകന്റെ കൈപിടിച്ചാണ് ഹാർമോണിയവും ഓടക്കുഴലും പഠിക്കാൻ ആദ്യമായി പോകുന്നത്. സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചായിരുന്നു ജോൺസണിന്റെ ആദ്യ ഗുരുകുലം. അവിടെ നിന്ന് ലളിതഗാനങ്ങൾ പാടിപ്പഠിച്ചും ഹാർമോണിയം വായിച്ചു പഠിച്ചും സംഗീതത്തെ ഒപ്പം ചേർത്ത് ജോൺസൺ തന്റെ കഴിവിനെ സ്വയം തേച്ചുമിനുക്കിയെടുത്തിരുന്നു. 1968 15ാം വയസ്സിൽ വോയിസ് ഓഫ് തൃശൂർ എന്ന പേരിൽ തുടങ്ങിയ സംഗീത ക്ലബ്ബാണ് ജോൺസന്റെ സംഗീത ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. ചുരുങ്ങിയ കാലത്തിനിടെ വോയിസ് ഓഫ് തൃശൂർ കേരളത്തിലെ മികച്ച സംഗീത ട്രൂപ്പുകളിലൊന്നായി പേരെടുത്തു. P. ജയചന്ദ്രൻ, മാധുരി എന്നിവരുടെ ഗാനമേളകൾക്ക് പിന്നണി വായിച്ചിരുന്നത് വോയിസ് ഓഫ് തൃശൂരായിരുന്നു. ജയചന്ദ്രനിലൂടെ ദേവരാജൻ മാസ്റ്റർ ജോൺസൺ എന്ന പ്രതിഭയെ തിരിച്ചറിഞ്ഞു. അങ്ങനെ ജോൺസൺ ദേവരാജൻ മാസ്റ്ററുടെ അസിസ്റ്റന്റായി. പിന്നീട് അർജുനൻ മാസ്റ്റർ, MT ഉമ്മർ എന്നിവരുടെയും അസിസ്റ്റന്റായി ജോൺസൺ മാഷ് പ്രവർത്തിച്ചു. അന്നത്തെ മദ്രാസിലേക്ക് തന്റെ ജീവിതം പറിച്ചുനട്ടു. മദ്രാസിലെത്തി ഏകദേശം 4 വർഷത്തിനു ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ പ്രവേശം. 1978 ഭരതന്റെ ആരവം എന്ന ചിത്രത്തിനു വേണ്ടി പശ്ചാത്തല സംഗീതമൊരുക്കിയായിരുന്നു തുടക്കം. 3 വർഷങ്ങൾക്ക് ശേഷം 1981 ആന്റണി ഈസ്റ്റ്മാൻ സംവിധാനം ചെയ്ത ഇണയെ തേടി എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി. അതിനു പിന്നാലെ കൈനിറയെ ചിത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. പത്മരാജന്റെ കൂടെവിടയിലെ ആടിവാ കാറ്റേ എന്ന ഗാനത്തോടെ ONV ജോൺസൺ കൂട്ടുകെട്ട് മലയാളക്കരയെ സംഗീത സാന്ദ്രമാക്കി. 1989 സത്യനന്ദിക്കാടിന്റെ വരവേൽപ്പിലൂടെയാണ് പിന്നീട് പ്രസിദ്ധമായ ജോൺസൺ കൈതപ്രം കൂട്ടുകെട്ടിന്റെ പിറവി. ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾ ഇവരിൽ നിന്ന് മലയാള സിനിമയിലേക്ക് വിരുന്നെത്തി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടിയും, മധുരം ജീവാമൃത ബിന്ദുവും, തങ്കത്തോണിയും ഉൾപ്പെടെ 214 ഗാനങ്ങൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നു. പത്മരാജന്റെ 17ഓളം ചിത്രങ്ങൾക്കാണ് ജോൺസൺ സംഗീതം പകർന്നത്. ഒപ്പം ഭരതൻ, സത്യനന്ദിക്കാട്, കമൽ, സിബി മലയിൽ തുടങ്ങിയ അക്കാലത്തെ മുൻനിര സംവിധായകർക്കൊപ്പം 300-ലധികം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകർന്നു. കൈതപ്രത്തിനു പുറമെ ബിച്ചു തിരുമലയ്ക്കും ഗിരീഷ് പുത്തഞ്ചേരിക്കും ഷിബു ചക്രവർത്തിക്കും പൂവച്ചൽ ഖാദറിനുമൊക്കെ ഒപ്പം ചേർന്ന് അതിസുന്ദരമായ ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു ജോൺസൺ മാഷ്. അങ്ങനെ ജോൺസൺ മാഷ് ഈണമിട്ട ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായി. മലയാള ഗാനാസ്വാദകരുടെ പ്രിയപ്പെട്ട ജോൺസൺ മാഷായി. ഓർമ്മയ്ക്കായി മഴവിൽ കാവടി, വടക്ക് നോക്കി യന്ത്രം, അങ്ങനെയൊരു അവധിക്കാലത്ത് എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിക്കൊടുത്തു. പൊന്തന്മാടയും സുഹൃതവും മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള ദേശീയ അവാർഡുകളും നേടി. 1 ദശാബ്ദത്തിലേറെ കാലം മലയാള സിനിമാ ലോകത്തിന് സംഗീതം സമ്മാനിച്ച ജോൺസൺ 90കൾക്ക് ശേഷം ഒരു ഇടവേളയെടുത്തു. പിന്നീട് 2006 പുറത്തിറങ്ങിയ ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തി. സംഗീത വഴികളിൽ കൂടുതൽ സജീവമാകുന്നതിനിടെ 2011 ഹൃദയാഘാതത്തെ തുടർന്ന് 58ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. നാടൻ മണമുള്ള ശീലുകൾ പകരാൻ ജോൺസൺ മാഷോളം കഴിവ് മറ്റാർക്കുമില്ലെന്ന് അടിവരയിട്ട് തെളിയിച്ച എത്രയോ ഗാനങ്ങൾ അദ്ദേഹം നമുക്കായി സമ്മാനിച്ചു. നിത്യനിദ്രയിലായിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ജോൺസൺ മാഷ് പാട്ടോർമ്മകളിലൂടെ ജീവിക്കുകയാണ്, അല്ല പാടുകയാണ്. പ്രണാമം.